ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തനി നാടൻ രീതിയിലുള്ള ഒരു മട്ടൻ സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. എല്ലോട് കൂടിയിട്ടുള്ള ഒരു 300 ഗ്രാം മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണേ. ഏലക്ക 3 എടുത്തിട്ടുണ്ട്. വലിയ ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു 5 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടില്ലേ, കുറച്ച് കറിവേപ്പില, ഒരു 30 ചെറിയ ഉള്ളി ഉണ്ടാവും. ഇതാണ് നമ്മൾ മട്ടൻ സൂപ്പിന് ടേസ്റ്റ് കൂട്ടുന്നതും സൂപ്പിന് കുറച്ച് തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി ചേർക്കുന്നത്. ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ വലിയ ജീരകം. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. ഇതിന് പകരം കല്ലിൽ വെച്ച് ചതച്ചെടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ഗ്ലാസ് വെള്ളം, 1 ടീസ്പൂൺ ഉപ്പ്. ഇതുവരെ ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ലേ. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കേൾപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം മാത്രം നമുക്കിത് തുറക്കാമേ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. നമ്മുടെ മട്ടനെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഉള്ളിയെല്ലാം വെന്തുടഞ്ഞ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിന് നേരത്തെ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് എരിവ് കുറവാണ് തോന്നുവാണെങ്കിൽ ഇനി ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. 2 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടണമെങ്കിൽ കുറച്ച് നെയ്യിൽ ചെറിയ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. നമ്മുടെ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.